വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. പാവാട്ടോ ജിൻഡോ, ശരിക്കും പറഞ്ഞു നിങ്ങളുടെ കൂടെയൊക്കെ മല്ല് പിടിക്കുകയും വേണം ഈ മല്ലത്തികളുടെ കൂടെയൊക്കെ. എന്നിട്ട് ഒരാൾ പോലും ആശ്രയിക്കാൻ, തോള് ചായ്ക്കാൻ ആരും ഇല്ലാണ്ട് വിഷമിക്കുന്ന ഒരാളാണ് ഇപ്പൊ ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ. ചുരുക്കം പറഞ്ഞാൽ ഇന്നലെ ജാസ്മിൻ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിച്ചു. സംസാരിച്ച് ഞാനും അടുത്തു. എത്ര വട്ടം ആവശ്യമില്ലാത്ത ഒരു ചീത്തൊരു കണ്ടന്റിനെ കുറിച്ച് പറയണത്. നമ്മളെല്ലാരും കണ്ടതാണ് ഇന്നലെ അടിക്കുന്നതും ഉറങ്ങിക്കൊണ്ടിരുന്ന ആളെ വിളിച്ചെണീപ്പിക്കുന്നതൊക്കെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഇത്രയും തെറ്റ് ചെയ്ത് ജാസ്മിൻ ഇന്നലെ ഇപ്പോ ഈ സമയത്ത് പോയിട്ട് ഗബ്രീനോട് ഭയങ്കര ന്യായീകരിച്ച് താൻ ചെയ്തത് എല്ലാം അടിപൊളിയാണെന്നും ആ രീതിയിൽ ഭയങ്കര രീതിയിൽ വെള്ളപൂശി ജാസ്മിൻ സംസാരിക്കുകയാണ്. പക്ഷെ ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയെങ്കിലും ഉണ്ടെന്ന് പോയി ആശ്വസിച്ച് സംസാരിക്കാൻ. ആകെ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്ന ജാൻമണി മാത്രമാണ്. ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയ പിന്നെ ആരുമില്ല ഇപ്പോ ജിൻഡോയ്ക്ക് ആശ്രയം നേടാൻ പോലും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്ത് ആ വെയിലത്ത് പോയിരുന്ന് വേർത്ത് കരയണ മട്ടൊക്കെയാട്ടോ. കണ്ണീന്നൊക്കെ കുറച്ച് ചുമന്നിങ്ങനെ വെള്ളം വീഴുന്ന പോലെയൊക്കെയാണ്. ആ മട്ടിൽ പുറത്തു പോയിരുന്നിട്ട് ഭയങ്കര രീതിയിൽ വിഷമിക്കുന്നുണ്ട് ജിൻഡോ. അത് ലൈവ് ആണെന്ന് മനസ്സിലാവും നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനില്ല ജിൻഡോ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെ കൂടെ നിന്ന് ആക്രമിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇറച്ചിക്കഷ്ണം കഴുകന്മാർക്ക് ഇട്ടിക്കഴിഞ്ഞാൽ കൊത്തിപ്പറക്കണ പോലെയാണ് ഇപ്പൊ ജിൻഡോനെ എല്ലാവരും കൂടെ കൊത്തിപ്പറക്കണത്. ജിൻഡോന്റെ അവസ്ഥ ശരിക്കും ദയനീയമായ ഒരു അവസ്ഥയാണ്. പക്ഷെ ജിൻഡോ എന്നിട്ടും ഇവന്മാരുടെ കൂടെ പിടിച്ചു നിൽപ്പുണ്ട്. അതാണ് ജിൻഡോന്റെ പവർ. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് പിടിച്ചു നേടുമെന്നൊരു ശക്തി ജിൻഡോന്റെ മനസ്സിലുണ്ട്. ജിൻഡോ അമ്മയ്ക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോന്റെ അമ്മയുടെ ഭയങ്കര ആഗ്രഹമാണൊക്കെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷം തരുന്ന രീതിയിൽ എനിക്ക് ഇവിടെ പോകണം എന്നൊക്കെ ജിൻഡോ തന്റെ ലൈഫ് സ്റ്റോറി ഒക്കെ പറയുന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിൻഡോ അതൊക്കെ ഓർത്തിട്ടൊക്കെ ആയിരിക്കും വിഷമിച്ചിരിക്കുന്നത്. ആരുമില്ലെങ്കിൽ ഒരു വിഷമം തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ജിൻഡോ ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ജിൻഡോ ഇട്ടിട്ട് ഒരു ആർത്തെങ്കിലും ജിൻഡോയ്ക്ക് വേണ്ടി കമന്റ് ചെയ്യാട്ടോ. ബൈ, സി യു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക.